നമസ്കാരം. ഇനിയുള്ള ഒരാഴ്ചക്കാലം കാഴ്ചയുടെ പൂരപ്പറമ്പാകാൻ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ചലച്ചിത്രമേളയുടെ പ്രധാനപ്പെട്ട തീം ലിംഗസമത്വമാണ്. ലോക സിനിമയിൽ തന്നെ 30% താഴെയാണ് വനിതാ സിനിമാ പ്രവർത്തകർ ഉള്ളത്. അവരിൽ പലരും ഇപ്പോഴും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ചലച്ചിത്രമേളയിൽ ലിംഗസമത്വം പ്രമേയമാകുന്നത് ലോക സിനിമാ പ്രേമികൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. ലിംഗസമത്വത്തെക്കുറിച്ച് മേളയ്ക്കെത്തിയ ഡെലിഗേറ്റുകളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടുനോക്കാം. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ IFFK എന്നെ സംബന്ധിച്ചിട്ടൊരു ഉത്സവം തന്നെയാണ്. ശരിക്കും ഒരു ഉത്സവമാണ്. കാരണം ഇത് നടക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുത്തില്ല, എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത്. ഒരുപാട് മനസ്സിന് റിലാക്സേഷൻ തരുന്ന ഒരു വിനോദമാണ് ഈ IFFK വരിക എന്നുള്ളത്. അതേപോലെ ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരമ്മ എന്ന രീതിയിൽ, പിന്നെ ഫോർമൽ എംപ്ലോയ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ യാത്ര ചെയ്യാനോ അവിടുത്തെ ജീവിതങ്ങൾ കാണാനോ ഉള്ളൊരു സാഹചര്യമില്ല. ഓരോ സിനിമയും കാണുക വഴി, ഇപ്പോൾ കണ്ട സിനിമ തന്നെ ഒരു നോർവീജിയൻ സിനിമയായിരുന്നു, പോർച്ചുഗീസ് സിനിമകൾ, അങ്ങനെ പല രാജ്യങ്ങളിലെ സിനിമകൾ കാണുക വഴി ആ രാജ്യത്തിലേക്ക് പോയ ഒരു അവസ്ഥ പോലെയോ മാനസികാവസ്ഥ പോലെയോ അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യരുമായിട്ട് നമ്മൾ ഒരുപാട് താതാത്മ്യപ്പെടുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ IFFK പോകാതിരിക്കാൻ എനിക്ക് സാധിക്കാറില്ല. മാത്രമല്ല, ഇത്തവണത്തെ ഫെസ്റ്റിവലിലെ ലിംഗസമത്വമാണല്ലോ പ്രധാനം. അതെ, അതെ. മറ്റ് സിനിമാ വ്യവസായത്തിൽ എത്രത്തോളം പ്രസക്തമാകുമെന്ന് കരുതുന്നു? എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഈ വർഷത്തെ IFFK ലിംഗസമത്വം ഒരു തീമായി എടുത്തത് വളരെ പ്രസക്തമായ ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലെയുള്ള ചില വളരെ പ്രമാദമായിട്ടുള്ള വിഷയങ്ങൾ മലയാള സിനിമയിൽ വരികയും അതിനെ ഡീൽ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനമായിട്ടും എടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വനിതാ സംവിധായകർ വരിക, വനിതാ പ്രാതിനിധ്യം കൂടുതലുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടെ IFFK വരുന്ന വ്യൂവേഴ്സിൽ, ഡെലിഗേറ്റ്സിൽ എത്രമാത്രം വനിതാ പ്രാതിനിധ്യം ഉണ്ടെന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോക്കേണ്ടതാണ്. സ്ത്രീകളെ നമുക്ക് കാണാമെങ്കിലും പക്ഷെ എത്രത്തോളം സ്ത്രീകൾക്ക് ഇവിടെ വരാൻ കഴിയുന്നുണ്ട്, ഇവിടെ വരുന്ന പുരുഷന്മാരുടെ വീടുകളിലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണോ വരാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവർക്കും കൂടെ വരാനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഫെസ്റ്റിവലില് വനിതാ സംവിധായകരുടെ സാന്നിധ്യം കാണുന്നത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം? എനിക്കൊരു ഫീൽ അറ്റ് ഹോം എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ IFFK പോലെയുള്ള ഫിലിം ഫെസ്റ്റിവലിൽ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്ന കൊമേഴ്ഷ്യൽ സിനിമകൾ മുഴുവൻ പുരുഷന്മാരുടെ ആളാകുന്ന രീതികളോ അല്ലെങ്കിൽ പൊങ്ങത്തരമോ അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഹീറോയിസം വീണ്ടും വീണ്ടും കണ്ട് നമ്മൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടുപോകുന്നൊരു സാഹചര്യം ഉള്ളത്. പക്ഷെ നമ്മൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ, പെൺകൂട്ട് കാണുമ്പോൾ, പെൺ ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മളെപ്പോലെ ഒരാൾ, നമുക്ക് വേണ്ടി പറയാൻ ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ സ്ക്രീനിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആവേശവും ഒരുപാട് താതാത്മ്യപ്പെടലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വനിതാ സംവിധായകരെ കാണുമ്പം തന്നെ നമ്മുടെ വീട്ടിലെ ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പറയാൻ ഒരാളെന്നുള്ള രീതിയിലാണ് എനിക്ക് അനുഭവപ്പെടാറ്. പിന്നൊരു കാര്യം, ഈ സിനിമാ വ്യവസായത്തിൽ കൂടുതൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്? ഇതുവരെയുള്ള നമ്മുടെ വിചാരങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആക്ടേഴ്സിനോ അല്ലെങ്കിൽ സ്ത്രീ സംവിധായകർക്കോ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നാണ്. പക്ഷെ അതേസമയം നമ്മൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ സൗകര്യപൂർവ്വം ഉൾപ്പെടുത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ക്യൂർ കമ്മ്യൂണിറ്റി എന്നുള്ളത്. അവരുടെ ജീവിതങ്ങളും അവരുടെ അനുഭവങ്ങളും പല പല കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് മാറ്റപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതം
അഭിനയിക്കാനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ സെലക്ട് ചെയ്യാതെ ട്രാൻസ്ജെൻഡർ ആകാനായിട്ട് തയ്യാറാകുന്ന ആണോ, അതായത് സിസ്ജെൻഡർ മെയിലോ ഫീമെയിലോ ആയിട്ടുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് പലപ്പോഴും സെലക്ട് ചെയ്യാറ്. അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാവേണ്ടതാണ്. ഈവൻ ഇന്റർനാഷണൽ സിനിമകളിൽ പോലും അത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ക്യൂറായിട്ടുള്ള സംവിധായകരും ക്യൂറായിട്ടുള്ള അഭിനേതാക്കളും അവരുടെ വിഷയങ്ങളും അവരുടെ ജീവിതങ്ങളും കൂടുതലും കടന്നു വരണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ശക്തമായുണ്ട്. കാരണം അതിൻ്റെയൊക്കെ സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ IFFK പോലെയുള്ള വേദികളിൽ മലയാളത്തിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ക്യൂർ അഭിനേതാക്കളും സംവിധായകരും അവരുടെ ജീവിതങ്ങളും കൂടുതൽ പ്രാതിനിധ്യത്തോടെ വരണം എന്നും കൂടെ നമ്മൾ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കാനുണ്ട്. നീതി സംബന്ധിച്ചുള്ള നിരവധി ചലച്ചിത്രങ്ങളാണ് ഈ ചലച്ചിത്രമേളയിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ കലാഭവനിലെ ഫസ്റ്റ് പടം പിന്നെ ഗേൾ ഫോർ എ ഡേ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിത്രം, പിന്നെ ലിംഗത്വത്തിൻ്റെ നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചലച്ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായ ഫീമെയിൽ ബീസ് ഭാഗം നിരവധി നല്ല ചലച്ചിത്രങ്ങൾ ലോകഭാഗത്ത് കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ചർച്ച ചെയ്യപ്പെടുന്ന